ഹലോ ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് അവിടുത്തെ അവസ്ഥയാണ് കേട്ടോ. അത് ആകെ കാടൊക്കെ മൂടി. ഇത് വെണ്ടയാണ് കേട്ടോ. നല്ല കായൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ മഴയൊക്കെ ആയിട്ട് ആകെ മുരട്ടിച്ച് പോയി. ആകെ പുല്ലൊക്കെ പിടിച്ച് കിടക്കുകയാണ് കേട്ടോ. ഒരു 10-15 ദിവസമായി ഞങ്ങൾ ഇങ്ങോട്ട് വന്നിട്ട്. അപ്പം ഇന്ന് രാവിലെ ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ദോശ ചുടുമ്പോൾ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ ചട്ടി കുറേ ദിവസമായിട്ട് ഉപയോഗിക്കുന്നുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ദോശ എടുത്തിട്ട് കിട്ടണേ ഇല്ല ചട്ടിയിൽ നിന്ന്, അങ്ങനെ ഒട്ടി പിടിക്കുകയാണ്. അപ്പോൾ കുറച്ച് നേരം കല്ല് ചൂടാക്കിയിട്ട് എണ്ണ തേച്ചിടണ്ടായിരുന്നു, ഞാൻ അത്ര ഓർത്തില്ല. പിന്നെ ദോശ ഇങ്ങനെയൊക്കെ അതിൽ നിന്ന് എടുത്തു കേട്ടോ. എന്നിട്ട് പിന്നെ കുറച്ച് നേരം എണ്ണയൊക്കെ തേച്ച് വെച്ച് നമുക്കൊരു നല്ലൊന്ന് ചൂടായപ്പോൾ പിന്നെ അപ്പം കിട്ടുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഇത് പുതിയ ചട്ടി ആയതുകൊണ്ടാണ് തോന്നുന്നത് കേട്ടോ. ഒരു കുറച്ച് ദിവസമൊക്കെ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അപ്പം കിട്ടുകയില്ല. അപ്പം നീ ചട്ടി അതവിടെ കിടന്ന് ചൂടാകട്ടെ. അപ്പോൾ ഇവിടെ കുറച്ച് ഉള്ളിയൊക്കെ ഞങ്ങളന്ന് കുറേ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മഴയൊക്കെ ആയിട്ട് ചെറിയുള്ളിയൊക്കെ നല്ല മുളച്ചിട്ടുണ്ട്. അപ്പോൾ ഒക്കെ ഒന്ന് ക്ലീനാക്കാം. വെളുത്തുള്ളിയും കുറേ കെട്ടുപോയിട്ടുണ്ട്. പിന്നെ കുറച്ച് പച്ചമുളകും തക്കാളിയൊക്കെ ഇവിടെ വന്നിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പം ഇന്ന് നമ്മൾ ഉച്ചക്ക് കഞ്ഞി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വെറും കഞ്ഞി വെക്കണ്ടല്ലോ വെച്ചിട്ട് കുറച്ച് പയറും ചെറുപയറും ഉലുവയും കുറച്ച് 1 കപ്പ് അരിയേ എടുത്തിട്ടുള്ളൂ കേട്ടോ. കുറച്ച് ചെറിയ ഉള്ളിയൊക്കെ ഇട്ടിട്ട് കഞ്ഞി വെക്കുക. അപ്പോൾ പിന്നെ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് അപ്പം നമുക്കൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ 2-3 വിസിലിടണം കേട്ടോ. ചെറുപയർ പരിപ്പുള്ളതുകൊണ്ട് വേവാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ തേങ്ങ ഇടാൻ വേണ്ടിയിട്ട് ഒന്ന് പൊട്ടിച്ച് നോക്കിയപ്പോൾ അതിൻ്റെ പിന്നെ കൊട്ട ഇളകി അങ്ങനെ വന്നു. അപ്പോൾ അതിൻ്റെ മറ്റേ തേങ്ങ മുറി കുറച്ച് ടൈറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ കുറച്ച് തേങ്ങ ചെറിയ കഞ്ഞിയിലിട്ടു കേട്ടോ. പിന്നെ അവിടെയൊക്കെ ഭയങ്കര ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ പപ്പടം പൊരിക്കാൻ വേണ്ടിയിട്ട് പപ്പടക്കോല് തേർന്നപ്പോൾ കാണുന്നില്ല കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ തേങ്ങ ചിരവുന്നത് എടുത്തതാണ് കേട്ടോ. അപ്പോൾ പപ്പടമൊക്കെ പൊരിച്ച് കഴിഞ്ഞതിന് ശേഷം വേണം കഞ്ഞി താളിക്കാൻ. അപ്പോൾ ഉണക്കമുളകും കടുക് ഇട്ടിട്ടില്ല, ഉണക്കമുളക് ഇട്ട് മൂപ്പിച്ചതിന് ശേഷം ചെറിയ ഉള്ളി ഇട്ട് കറിവേപ്പിൻ്റെ ഇല ഇട്ടിട്ട് അങ്ങനെ താളിച്ചെടുക്കാം. മഴയൊക്കെ ആകുമ്പോൾ അങ്ങനെ ചൂട് കഞ്ഞിയൊക്കെ കുടിക്കാനൊക്കെ അല്ലേ രസം. പിന്നെ കഞ്ഞിയാക്കാം. വൈകുന്നേരം നമുക്ക് ചിക്കൻ കൊണ്ടുവന്ന് ബിരിയാണി വെക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ കഞ്ഞിയാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് തന്നെ എടുത്തിട്ടുള്ളൂ അരി. 3 പേർക്കും കുടിക്കാൻ കറക്റ്റായിട്ട് തന്നെ എടുത്തിട്ടുള്ളൂ. ഇല്ലെങ്കിൽ പിന്നെ വൈകുന്നേരത്തേക്ക് കുറച്ച് ബാക്കിയാവൂലേ. പിന്നെ കുറച്ച് തന്നെ ഉണ്ടാക്കിയിട്ടുള്ളൂ. കഞ്ഞി എങ്ങാനും ഇത്തിരി ബാക്കി വന്നിട്ടുണ്ടെങ്കിലേ ബിരിയാണി ഉണ്ടാക്കും നമ്മൾ, പിന്നെ പഴയ കഞ്ഞി തന്നെ കുടിച്ചുകൊണ്ടിരിക്കേണ്ടി വരും. അപ്പോൾ ഞാൻ കഞ്ഞി കുറച്ചേ വെച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.